തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി പ്രസിഡന്റായിരുന്ന കെ.പി. സാജുവിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി പാനൂർ കടവത്തൂർ സ്വദേശി ഇ.കെ. പവിത്രൻ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. UDFO രംഗത്ത് വരുന്നതിന് മുമ്പേ, തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ദിരാഗാന്ധിയിൽ വരുന്നതിന് മുമ്പേ സാജു അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 9-ാം മാസം തന്നെ അതിൻ്റെ പെർമിഷൻ ബോഡി യോഗം ചേർന്ന് പെർമിഷന് അനുവദിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത് ARക്ക്. അപ്പോൾ AR അത് അനുവദിച്ചിട്ടുകൊണ്ടുള്ള കത്തും അതിൻ്റെ ഞാൻ വിവരാശം വെച്ച് കൊടുത്ത രേഖയുണ്ട്. അപ്പോൾ രണ്ടാമത് ഈ ഡിനോവ ഹെൽത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ എന്നൊരു സ്ഥാപനമാണ് പാനൂരിൽ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഞാൻ എന്നാണ് തുടക്കത്തിൽ സാജു പറഞ്ഞത്. പക്ഷേ അത് രേഖാമൂലം ഞാൻ തെളിയിച്ചു. സാജുവാണ് മാനേജിങ് ഡയറക്ടർ, സാജുവാണ് അതിൻ്റെ ലൈസൻസി, മാനേജിങ് പാർട്ട്ണർ എന്ന നിലക്കുള്ള ലൈസൻസി. സാജുവാണ് അതിൻ്റെ എല്ലാ രേഖകളും, DMO ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, എല്ലാ രേഖകളും സാജു മാനേജിങ് പാർട്ട്ണർ എന്ന നിലക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്, അപേക്ഷ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അറിഞ്ഞോ, 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാം, സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.